ഞാൻ മജീദ് മുത്തേടത്ത്. ചൂരൽ മല പ്രളയ ദുരന്തത്തിന് ശേഷം നടത്തുന്ന ദുരിതാശ്വാസ ക്യാമ്പിലെ ഒരു അനുഭവ കഥ റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒരു സുഹൃത്ത് എന്നോട് പങ്കുവച്ചു. ഒരു ദിവസം ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു പ്രവർത്തിക്കവേ ഒരു സ്ത്രീ ഒരു സഞ്ചിയിൽ കുറച്ച് തുണിത്തരങ്ങളുമായി കയറി വന്നു. കുട്ടികൾക്ക് ഉപയോഗിക്കാവുന്ന ബനിയൻ ക്ലോത്ത് കൊണ്ടുള്ള ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളുമായിരുന്നു ആ സഞ്ചി നിറയെ. ആ സ്ത്രീ വളരെ ഭവ്യതയോടെ അവരുടെ അടുത്ത് വന്നു പറഞ്ഞു, ഇത് ദുരിതാശ്വാസ ക്യാമ്പിലെ കുട്ടികൾക്ക് ഉപകാരപ്പെട്ടേക്കാം, ഇത് ഇവിടെ തരാൻ വേണ്ടിയാണ് ഞാൻ വരുന്നത്. അപ്പോൾ എൻ്റെ സുഹൃത്തിൻ്റെ കൂടെയുള്ള അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്ന മറ്റൊരാൾ പറഞ്ഞു, ഈ സ്ത്രീയെ എനിക്ക് പരിചയമുണ്ട്. ഇവർ എസ്റ്റേറ്റ് പാടിയുടെ എതിർവശത്ത് ഒരു വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുകയാണ് വർഷങ്ങളായിട്ട്. ഇവർക്ക് ഉത്സവ പറമ്പുകളിലും പള്ളികൾക്കടുത്തും മറ്റുമായി കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും വിൽക്കുന്ന ജോലിയാണ് വർഷങ്ങളായിട്ട്. പലപ്പോഴും ഇവർ കേരളത്തിന് പുറത്തേക്കും ഒക്കെ ഈ ഉത്സവങ്ങളിൽ വിൽപ്പന നടത്താൻ പോകാറുണ്ട്. ഇതാണ് അവർ ഉപജീവന മാർഗത്തിനുള്ള അവരുടെ ഏക വഴിയെന്ന്. ഈ പ്രളയം സംഭവിക്കുന്ന കാലത്ത് അവർ സ്ഥലത്തില്ലായിരുന്നു. പിന്നെ എവിടെയെന്നോ അറിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തിയതാണ്. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന സഞ്ചിയുമായി നേരിട്ട് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്നതാണ്. അപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റിലെ എൻ്റെ സുഹൃത്ത് ചോദിച്ചു, അത്രേ, നിങ്ങളുടെ ഉപജീവന മാർഗമല്ലേ ഇത്? നിങ്ങൾക്ക് ഇതുപോലെ ഉള്ള ഉൽപ്പന്നങ്ങൾ വിറ്റു വേണ്ടേ ഉപജീവനം നടത്താൻ? അപ്പോൾ ആ സ്ത്രീ പറഞ്ഞ മറുപടി, സാർ, എനിക്ക് കയ്യിലുള്ളതൊന്നും ഒലിച്ചു പോയിട്ടില്ല. എൻ്റെ കയ്യിൽ അവശേഷിക്കുന്നത് ഈ സാധനങ്ങളാണ്. ഒരു പക്ഷേ കുഞ്ഞുടുപ്പുകളും കളിപ്പാട്ടങ്ങളും ഒന്നും ഇങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്നു പെടാൻ സാധ്യതയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതുമായി വന്നത്. അപ്പോഴാണ് ദുരിതാശ്വാസ ക്യാമ്പിൽ ഇരിക്കുന്നവരെല്ലാം ഒന്ന് പരസ്പരം നോക്കിയത്. ശരിയാണ്, കളിപ്പാട്ടങ്ങളോ കുഞ്ഞുടുപ്പുകളോ അധികം എത്തിയിട്ടില്ല. അപ്പോൾ ആ സ്ത്രീയുടെ കാഴ്ചപ്പാട്, തനിക്ക് ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ ദുരിതം അനുഭവിക്കുന്നവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കണമെന്ന് അതിന് അവരെ തിരഞ്ഞെടുത്ത മാർഗവും സകലരെയും ബഹുമാനപൂർവ്വം അവരെ ഒന്ന് വന്ദിക്കുവാൻ പ്രേരിപ്പിച്ചു. ഞാനിത് സൂചിപ്പിച്ചത്, ഏതൊരു മനുഷ്യനും തൻ്റെ മനുഷ്യത്വവും തൻ്റെ സഹജീവികളോടുള്ള സ്നേഹവും പലപ്പോഴും പ്രകടമാക്കുക അവർ ഭവിഷ്യത്തുകളെ, അവർ പ്രകൃതി ദുരന്തങ്ങളെ നേരിടുമ്പോഴോ അതല്ലെങ്കിൽ ഇല്ലായ്മകൾ അനുഭവിക്കുമ്പോഴോ ആണ്. ഇത് ഒരു മനുഷ്യത്വപരമായ തിരിച്ചറിവായിട്ടാണ് ഞാൻ കാണുന്നത്. അത് ഈ ലോകത്ത് ജാതി മത വർഗ പരികൽപ്പനകൾക്കപ്പുറത്ത് മാനവികത എന്ന ഒരു മൂല്യത്തിൽ മനുഷ്യൻ വിശ്വസിക്കുന്നത് കൊണ്ടാണെന്ന് ഞാൻ ഉറച്ചു കരുതുന്നു.